ഹായ് ഗായ്സ്, ഇത് UK-യിൽ നിന്ന് എങ്ങനെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഗിവൺ നെയിം സ്പ്ലിറ്റ് ചെയ്ത് സർനെയിം ആഡ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിളിൽ പോയി പാസ്പോർട്ട് സേവാ പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ പാസ്പോർട്ട് സേവ അറ്റ് ഇന്ത്യൻ എംബസീസ് ആൻഡ് കോൺസുലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അവിടെ നമ്മൾ ഈ പേജിലോട്ടാണ് പോകുന്നത്. ഇഫ് യു ആർ ന്യൂ വി ഹാവ് ടു രജിസ്റ്റർ ഹിയർ. Then we need to enter all these details. ആദ്യം എംബസി ഓർ കോൺസുലേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ഞാൻ ഒബിയസ്ലി യുണൈറ്റഡ് കിങ്ഡം ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ ഗിവൺ നെയിം, സർനെയിം ഉണ്ടെങ്കിൽ സർനെയിം. എനിക്ക് സർനെയിം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സർനെയിം ആഡ് ചെയ്തില്ല. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID. പിന്നെ ഇമെയിൽ ID തന്നെ നിങ്ങൾക്ക് ലോഗിൻ ID ആയിട്ട് വെക്കണമെങ്കിൽ എസ് അടിക്കാം, അല്ലെങ്കിൽ നോ അടിക്കാം. ഞാൻ നോ അടിച്ചിട്ട് ഞാൻ തന്നെ ഒരു ലോഗിൻ ID ഞാൻ ക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. പിന്നെ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, പിന്നെ ഹിൻഡ് ക്വസ്റ്റ്യൻ, ഹിൻഡ് ആൻസർ, പിന്നെ എൻ്റർ ദാറ്റ് ക്യാരക്ടർ. ഇത്രയും ഡീറ്റെയിൽസ് അടിച്ച് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ യൂസർ ലോഗിനിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത IDയും പാസ്വേഡും ക്യാരക്ടേഴ്സും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്ലൈ ഫോർ ഓർഡിനറി പാസ്പോർട്ട്, ആപ്ലിക്കേഷൻ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ദെൻ അപ്ലൈയിങ് ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ പാസ്പോർട്ട്, നമ്മളിവിടെ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ റീഇഷ്യൂ റീസൺ, അത് ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് എന്നുള്ളത് ചൂസ് ചെയ്യണം. അതിനുശേഷം പ്ലീസ് സ്പെസിഫൈ, നമ്മളിവിടെ ഗിവൺ നെയിം സ്പ്ലിറ്റ് ചെയ്ത് സർനെയിം ആഡ് ചെയ്യാൻ പോയതുകൊണ്ട് നമ്മൾ ഗിവൺ നെയിമിലാണ് ചേഞ്ച് വരുത്തുന്നത്. അതുകൊണ്ട് ഗിവൺ നെയിം നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനിൽ നോർമൽ ഓർ തത്കാലം. ഞാനിവിടെ തത്കാലാണ് ചെയ്യുന്നത്. തത്കാലാണെങ്കിൽ നമുക്ക് 7 to 10 ഡേയ്സിനുള്ളിൽ കിട്ടും. നോർമൽ ആണെങ്കിൽ 4 to 6 വീക്സ്. ദെൻ ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ബുക്ക്ലെറ്റ്, ഇതിനകത്ത് 36 പേജസ് ആൻഡ് 60 പേജസ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തത് 60 പേജസ് ആണ്, പക്ഷേ അത് റോങ് ആണ്. പ്ലീസ് സെലക്ട് 36 പേജസ്, ബിക്കോസ് തത്കാലം അവർ 36 പേജസ് മാത്രമേ ചെയ്തു തരത്തുള്ളൂ, 60 പേജസ് അവർ ചെയ്തു തരത്തില്ല. ദെൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഓർഡിനറി പാസ്പോർട്ട്, ഇതിനകത്ത് നമുക്ക് ന്യൂ പാസ്പോർട്ടിൽ എങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഗിവൺ നെയിം അടിക്കുക, സർനെയിം നമുക്ക് എങ്ങനെയാണ് ഗിവൺ നെയിം സ്പ്ലിറ്റ് ചെയ്ത് ഏതാണ് സർനെയിം ആക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ടൈപ്പ് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അവിടെ നമ്മുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് പ്ലേസ്, മാരിറ്റൽ സ്റ്റാറ്റസ് ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാനുള്ളത്. അത് നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ ഫാദർ നെയിം, മദർ നെയിം, സ്പൗസ് നെയിം ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സിൻ്റെ പേജിലോട്ടാണ് പോകുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു നോട്ടീസ് പോപ്പപ്പ് ആകും. അതിൽ പറയുന്നത് പ്രസൻസ് ഓഫ് ആപ്ലിക്കൻറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി അറ്റ് ദ ഇന്ത്യൻ അഡ്രസ്. അതായത് പോലീസ് വെരിഫിക്കേഷന് നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്ഥലത്ത് വേണമെന്നില്ല, ബട്ട് ആരെങ്കിലും ആ അഡ്രസ്സിൽ കാണണം. ഇനിയും അഡ്രസ്സാണ് എൻ്റർ ചെയ്യാനുള്ളത്. അത് നമ്മളുടെ കറൻറ്റ് പാസ്പോർട്ടിലേതുപോലെ തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കറൻറ്റ് പാസ്പോർട്ടിൽ നാട്ടിലത്തെ അഡ്രസ്സാണെങ്കിൽ നാട്ടിലത്തെ അഡ്രസ്സ് തന്നെ വെക്കണം. ഹൗസ് നമ്പർ, സ്റ്റേറ്റ്, പിൻകോഡ്, ഡിസ്ട്രിക്റ്റ് ഇതെല്ലാം എൻ്റർ ചെയ്യണം. പിന്നെ നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഏതാണ് നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എൻ്റർ ചെയ്യണം. പിന്നെ അതർ അഡ്രസ് ഡീറ്റെയിൽസ്, ഇതിൽ നമ്മൾ നമ്മുടെ UK-യിലെ അഡ്രസ്സാണ് വെക്കേണ്ടത്. പിന്നെ ചോദിക്കുന്നത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത അഡ്രസ്സും നമ്മുടെ കറൻറ്റ് പാസ്പോർട്ടിലെ അഡ്രസ്സും തമ്മിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നാണ്. ഞാൻ നോ ആണ് അടിച്ചത്. ഞാൻ കറക്റ്റ് പാസ്പോർട്ടിലെ അഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇവിടെയും എൻ്റർ ചെയ്തത്. ദെൻ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇവിടെ നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഓർഡിനറി പാസ്പോർട്ട്, ഇവിടെ നമ്മളുടെ കറൻറ്റ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എല്ലാം കൊടുക്കേണ്ടത്. പാസ്പോർട്ട് നമ്പർ, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി, ഫയൽ നമ്പർ ഇതെല്ലാം എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് അതർ ഡീറ്റെയിൽസ്, അതും എല്ലാം റീഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. അതിനകത്ത് കൂടുതൽ നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നോ, നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
പിന്നെ ഒരു പാസ്പോർട്ട് പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റായിട്ടാണോ എൻ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ അടിക്കുക. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ സമ്മറിയാണ് കാണിക്കുന്നത്. അതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം റൈറ്റ് ആണോ എന്ന് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. ദെൻ എഗ്രി ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്കൊരു ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ കിട്ടും. പിന്നെ നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്യണം. അത് പ്രിൻറ്റ് ചെയ്യാനെ കൊണ്ട് നമ്മുടെ ഹോം പേജിൽ പോവുക. ഹോം പേജിൽ പോയിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അത് പ്രിൻ്റ് എടുക്കുക. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതിനുള്ള ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുക്കാനെ കൊണ്ട് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഈ പേജിൽ കയറി സ്കെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആപ്ലിക്കേഷൻ തത്കാലാണ് ഇട്ടത്, അതുകൊണ്ട് എനിക്ക് അപ്പോയിൻമെൻറ്റും ഞാൻ തത്കാലാണ് ഇടുന്നത്. സെലക്ട് സർവീസ് പാസ്പോർട്ട് തത്കാൽ എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്തു. ദെൻ സെലക്ട് ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം. പിന്നെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ്, പാസ്പോർട്ട് നമ്പർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇതെല്ലാം എൻ്റർ ചെയ്ത് നമ്മൾ അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂൾ ചെയ്യണം. പിന്നെ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് സ്റ്റാറ്റസ് കിട്ടും. അത് നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടതാണ്. തിരിച്ച് നമ്മൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സെർച്ച് ഓർ പ്രിൻറ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പറും വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറണ്ട് അപ്പോയിൻമെൻറ്റ് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്നും നമുക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനായി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. ആദ്യമേ ആപ്ലിക്കേഷൻ ഫോം ആണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് വി ഹാവ് ഡൺ ഓൾറെഡി. ദെൻ 2 വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫോട്ടോഗ്രാഫ്. അതിനകത്ത് തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കണം. ദെൻ കറൻറ്റ് പാസ്പോർട്ട് ഇൻ ഒറിജിനൽ അലോങ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്. ദെൻ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് UK എൻട്രി വിസ. പിന്നെ നമ്മുടെ UK വിസ ആൻഡ് ഷെയർ കോഡിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്. ദെൻ 2 പബ്ലിക് ഓർ സ്കൂൾ ഡോക്യുമെൻറ്റ്സ്. ഞാൻ അവിടെ എൻ്റെ ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡായിരുന്നു സബ്മിറ്റ് ചെയ്തത്. ദെൻ 7th and 8th നമുക്ക് ആപ്ലിക്കബിൾ അല്ല. പിന്നെ 9th അനക്ഷറി, അത് ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്യണം. അനക്ഷറി ഫില്ല് ചെയ്ത് പ്രിൻ്റ് ഔട്ടും എടുക്കണം. അതുപോലെ തന്നെ താഴെ എൻ്റെ ഫീസ് സ്ട്രക്ചർ പറയുന്നുണ്ട്. തത്കാലാണെങ്കിൽ എനിക്കതൊരു 203 പൗണ്ടാണ് എനിക്ക് തത്കാലിനായത്. അതുപോലെ തന്നെ UK ഒരു അഡ്രസ് പ്രൂഫ് കൂടെ വെക്കണം. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വെച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നെയിം സ്പ്ലിറ്റ് ചെയ്യാനെ കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.